മെയ് 12 സ്വർഗാരോഹണ ഞായറാഴ്ച. മാർക്കോസ് 16:15 മുതൽ 20 വരെ വാക്യങ്ങൾ. 2003 മെയ് 1 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഒരു ടെലിവിഷൻ പ്രസംഗം നടത്തി. വൈറ്റ് ഹൗസ് നിർമ്മിച്ച ഒരു ബാനറിന് മുന്നിൽ മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് എഴുതിയ ഒരു ബാനറിന് മുന്നിൽ നിന്ന് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം വായിച്ചു. ഇറാഖിലെ പ്രധാന യുദ്ധപ്രവർത്തനങ്ങൾ അവസാനിച്ചു. ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കയും നമ്മുടെ സഖ്യകക്ഷികളും വിജയിച്ചു. കാരണം സദ്ദാം ഹുസൈൻ്റെ ഇറാഖി സ്വേച്ഛാധിപത്യ ഭരണം ഇനി ഇല്ല. ഇന്ന് നാം നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മിഷൻ അക്കംപ്ലിഷ്ഡ് അല്ലെങ്കിൽ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. തന്നെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കർത്താവ് പൂർത്തീകരിച്ചു. അതിൻ്റെ മഹത്തായ സമാപനമാണ് സ്വർഗാരോഹണം. ഇത് ഒരു പരിസമാപ്തിയാണ്, പക്ഷേ അവസാനമല്ല. യേശു ഇപ്പോൾ മഹത്വത്തിൽ പിതാവിനോടൊപ്പമുള്ളതുപോലെ ആത്മാവിൽ നമ്മോടൊപ്പമുണ്ട്. ഇതാ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ശക്തരാക്കുന്നതായി കാണാം. ഒരു വ്യക്തി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു അവരോട് പറയുന്നു. ആരെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ തീരുമാനിച്ചാൽ അവർ ശിക്ഷിക്കപ്പെടും. ഒരു വ്യക്തി വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് പുതിയ ഭാഷകൾ സംസാരിക്കാനും പൈശാചിക ആത്മാക്കളെ പുറത്താക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കുമെന്ന് യേശു അവരോട് പറയുന്നു. സർപ്പങ്ങളുടെ ഉപദ്രവമേൽക്കാതെ അവയെ കയ്യിലെടുക്കാൻ അവർക്ക് കഴിയും. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രോഗികളെ സുഖപ്പെടുത്താനും മറ്റ് അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യാനും കഴിയുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് അവൻ സ്വർഗത്തിലേക്ക് ഉയർന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതായിട്ട് വിശുദ്ധ മാർക്കോസ് രേഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ ചെയ്തു. അവർ സുവിശേഷം പ്രസംഗിക്കാനും പഠിപ്പിക്കാനും പുറപ്പെട്ടു. കൂടാതെ അത്ഭുതകരമായ പല പ്രവൃത്തികളും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കാനും ലോകമെങ്ങും സുവിശേഷ പ്രചരിപ്പിക്കാനും അവൻ നമ്മെയും വിളിക്കുകയാണ്. നമുക്കും തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് രോഗശാന്തിയും സമാധാനവും നൽകാൻ സാധിക്കും. ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും കൂടുതൽ നമ്മുടെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒരാളെ സുഖപ്പെടുത്താനും നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും നമ്മുടെ സാന്നിധ്യവും സ്നേഹ ശുശ്രൂഷയ്ക്കും കഴിയും. കാരണം യേശു നമ്മുടെ ഉള്ളിലും നമ്മിലൂടെയും പ്രവർത്തിക്കുന്നു. ഇന്ന് യേശു നമ്മോടൊപ്പം നടക്കുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ന് നാം കണ്ടുമുട്ടുന്ന ആളുകളിൽ യേശുവിനെ കാണുന്നതിന്
നമ്മുടെ മനസ്സും ഹൃദയവും തുറന്ന് ജാഗ്രത പുലർത്തട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.